ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് DIF FFTയുടെ ഒരു പ്രോബ്ലമാണ്. DIF FFTയുടെ പ്രോബ്ലം നമ്മൾ DIT FFTയുടെ പ്രോബ്ലം ചെയ്ത സെയിം സീക്വൻസ് തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, ഫൈൻഡ് ദി 8-point DFT of the sequence x of n equal to 1 2 3 4 4 3 2 1 using DIF FFT algorithm. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് 8-point DFT of the sequence x of n 1 2 3 4 4 3 2 1 using DIF FFT algorithm. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയും നമുക്ക് 8-point DFT ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 8-point DFTs എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവർ റാഡിക്സ് 2 DFTs ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 2⁻³ ആണ് 8. അപ്പോൾ 3 സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്. ⁻² വരുന്നതാണ് സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഇവിടെ DIF FFT ആയതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? 8 point ഹയർ ഓർഡർ ചെയ്ത് തുടങ്ങണം. 8 point, then 4 point, then 2 point. 2 cube, 2 square, 2 അങ്ങനെയാണ് പോണത്. അപ്പം 8 point, 4 point, 2 point DFTs. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഇൻപുട്ടിനെ സാധാ പോലെ തന്നെ എഴുതുക. ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ ഒന്നും ആക്കണ്ട. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 4 3 2 1 അത് സാധാ പോലെ എഴുതുക. അപ്പോൾ 8-point DFTs ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 2 3 4 4 3 2 1 ആണ്. അതായത് ഇവിടെ ഓൾറെഡി എത്ര ഇൻപുട്ട്സ് ഉണ്ട്? 8 ഇൻപുട്ട്സ് ഉണ്ട്. ഇൻ കേസ് ക്വസ്റ്റ്യനകത്ത് 8 ഇൻപുട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം സീറോസ് ആഡ് ചെയ്തിട്ട് 8 ആക്കിക്കോണം. അല്ലാതെ നമുക്ക് FFTs കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 2 4 8 16 ആ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? FFTs കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ളൂ. നമുക്ക് 8 point മാത്രമേ ഉള്ളൂ നോക്കാൻ. അപ്പോൾ എന്താ ഇവിടെ 8 points ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 points ഉള്ളായിരുന്നെങ്കിൽ ലാസ്റ്റ് 2 സീറോസ് ഇട്ട് കൊടുത്ത് 8 ആക്കിക്കോണം. അപ്പോൾ ഇവിടെ എന്താണ്? 1 2 3 4 4 3 2 1 8 points ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് അതുപോലെ ഇൻപുട്ടിൽ എഴുതുക. 1 2 3 4 4 3 2. ഇനി നമ്മൾ ഫസ്റ്റ് 8 point ചെയ്യുന്നത് അല്ലേ. 8 points ആണെങ്കിൽ 8 ലൈൻസ് ഉണ്ട്. 8 pointsന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ലൈനിൽ നിന്ന് 5th ലൈനിലോട്ട് വരും. 1ൽ നിന്ന് 5ലോട്ട്, 2ൽ നിന്ന് 6ലോട്ട്, 3ൽ നിന്ന് 7ലോട്ട്, 4ൽ നിന്ന് 8ലോട്ട്. നമ്മൾ DIT ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഫസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ലൈനിൽ നിന്ന് 5th ലൈനിലോട്ട്, സെക്കൻഡിൽ നിന്ന് 6ലോട്ട്, തേർഡിൽ നിന്ന് 7ലോട്ട്, 4th നിന്ന് 8ലോട്ട്. നേരെ തിരിച്ച് 5th നിന്ന് ഫസ്റ്റ് ലൈനിലോട്ട്, 6th നിന്ന് സെക്കൻഡ് ലൈനിലോട്ട്, 7th നിന്ന് തേർഡ് ലൈനിലോട്ട്, 8th നിന്ന് 4th ലൈനിലോട്ട്. ഓക്കെ ആണല്ലോ. ഇനി അവസാനത്തെ 4 ലൈൻസിൽ നടുക്കായിട്ട് -1 ഇടുക. -1. ഓക്കെ. ഇനി ആദ്യത്തേതിനകത്ത് ജസ്റ്റ് ആരോസ് മാത്രം ഇടുക. അവിടെ എല്ലാം 1 ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് -1 ഇട്ട ലാസ്റ്റ് പോയിന്റ്സിൻ്റെ ലാസ്റ്റ് ലൈനിൻ്റെ ലാസ്റ്റ് 4 ലൈൻസ് ഇല്ലേ മൈനസ് ഇട്ട, ഈ സമ്മിങ് നോഡിന് ശേഷമാണ് എന്ത് വരുന്നത്? W80. ഈ സമ്മിങ് നോഡിന് ശേഷമാണ് W81. ഈ സമ്മിങ് നോഡിന് ശേഷം W82. ഈ സമ്മിങ് നോഡിന് ശേഷം W83. ഈ W80യുടെ വാല്യൂ എന്താണ്? 1. W81ൻ്റെ വാല്യൂ എന്താണ്? -1/√2 1/√2 minus j/√2 1/√2 minus j/√2 1/√2 minus j/√2. അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ
0.707 മൈനസ് ജെ 0.707 ഏതെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. 1/√2 മൈനസ് ജെ ബൈ റൂട്ട്. അത് ആ ഫിഗറിൽ നിന്ന് ഒരു സർക്കിളിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഫിഗറിൽ W80 W81 W82 എന്ത് വരും? മൈനസ് ജെ. W83യുടെ വാല്യൂ മൈനസ് 1/√2 മൈനസ് ജെ ബൈ റൂട്ട്. അതായത് മൈനസ് 0.707 മൈനസ് ജെ 0.707. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഓരോ ഔട്ട്പുട്ട്സും നോക്കാം. ഇവിടെ ആദ്യം വരുന്ന ആരാണ്? 1. ഈ സമ്മിങ് ബോർഡിൽ 1 ആണ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ ആരോയിൽ ആരാ വരുന്നത്? 4. ഇത് കാൽക്കുലേഷൻ മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമാണ്, ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. അടുത്തത് ഇവിടെ എന്താ വരുന്നത്? 2. ഫസ്റ്റ് വരുന്നത് 2 ആണ്. ഈ ആരോ ഇവിടെ നിന്ന് വരുന്നത് 3 ആണ്. 2 + 3 5. നെക്സ്റ്റ് അടുത്ത പോയിന്റിൽ നോക്കിക്കേ, ഇവിടെ നിന്ന് ആരാ വരുന്നത്? 3. ഈ സമ്മിങ് നോഡിൽ ഈ പോയിന്റിൽ നിന്ന് ആരാ വരുന്നത്? 2. 3 + 2 = 5. അടുത്ത പോയിന്റിൽ ആരാ വരുന്നത്? 4. ഈ പോയിന്റിൽ ആദ്യം വരുന്നത് 4. ഇവിടുന്ന് ആരാ വരുന്നത്? 1. ഡയറക്റ്റിങ് വരുന്ന വഴിക്കൊന്നും ആരുമില്ല. 4 + 1 = 5. അപ്പോൾ ഫസ്റ്റ് 4 വാല്യൂസ് സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് വാല്യൂസ് നോക്കിക്കേ, ഇങ്ങനെ വരും. ഈ സമ്മിങ് പോയിന്റ് ഇവിടെ ആദ്യം ആരാ വരുന്നത്? മുകളിൽ നിന്നുള്ളത് 1 അല്ലേ? 1. ഇവിടുന്ന് ആരാ വരുന്നത്? 4 അല്ലേ? 4 വരുന്ന വഴിക്ക് ആരുണ്ട്? -1 ഉണ്ട്. സോ 1 - 4 ഇൻറ്റു ഇവിടെ ആഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് കിടക്കുന്നത്? W80. W80യുടെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 1 - 4 is -3. W80 is 1. നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ ആരാ വരുന്നത്? 2 ആണ് ആദ്യം വരുന്നത് അല്ലേ? 2. പിന്നെ ഇവിടുന്ന് ആര് വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. 3 വരുന്ന വഴിക്ക് ആരുണ്ട്? -1 ഉണ്ട്. സോ 3 × -1 ചെയ്തിട്ട് വേണം ഇവിടെ വെച്ച് ആഡ് ചെയ്യാൻ. 3 × -1 എത്ര വരും? -3. അപ്പോൾ -3 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം W81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -1 × W81 -1 × W81. W81 എന്ന് പറഞ്ഞാൽ 1/√2 മൈനസ് ജെ ബൈ റൂട്ട്. അതിൻ്റെ കൂടെ ഇൻറ്റു -1 ചെയ്യുമ്പോൾ എന്ത് വരും? -1/√2 പ്ലസ് ജെ ബൈ റൂട്ട്. -1/√2 പ്ലസ് ജെ ബൈ റൂട്ട്. ഓക്കെ ആണോ? 2 - 3 -1 -1 × W81. W81ൻ്റെ വാല്യൂ 1/√2 മൈനസ് ജെ ബൈ റൂട്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അടുത്തത് നോക്കിക്കുക, അടുത്ത എന്താ വരുന്നത്? ഈ പോയിന്റിൽ 3, ഈ പോയിന്റിൽ 2 × -1 ദാറ്റ് ഈസ് 3 - 2. 3 + 2 × -1 ദാറ്റ് ഈസ് 3 - 2. അതിന് ശേഷമാണ് എന്ത് വരുന്നത്? W82. അതിന് ശേഷം W82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു W82. 3 - 2 എത്രയാണ്? 1. 1 × W82 എത്രയാണ്? -d. 1 × -d എന്ത് വരും? -d. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് എന്ത് വരും? ഇവിടെ അല്ലേ? ഈ സമ്മിങ് നോഡിൽ എന്ത് വരുന്ന ആരാണ്? 4. ഇവിടുന്ന് വരുന്ന ആരാണ്? 1. 1 × വരുന്ന വഴിക്ക് -0.707 മൈനസ് ജെ 0.7 അല്ലെങ്കിൽ -1/√2 മൈനസ് ജെ ബൈ റൂട്ട് അല്ലേ? W83യുടെ വാല്യൂ -1/√2 മൈനസ് ജെ ബൈ റൂട്ട്. അപ്പോൾ സോ 4 - 1 is 3. 3 × 1/√2 മൈനസ് ജെ ബൈ റൂട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -2.121 മൈനസ് ജെ 2.12 -2.121 മൈനസ് ജെ 2.12. കാൽക്കുലേറ്ററിൽ കോംപ്ലക്സ് മോഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും 3 × -. ഓക്കെ, അപ്പോൾ എല്ലാ ആൻസേഴ്സുമായി.
ഫസ്റ്റ് സ്റ്റേജിലെ എല്ലാ ആൻസേഴ്സ് 8 ആൻസേഴ്സ് കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണ്? 8 പോയിന്റ് DFTs കണ്ടു. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് DFTs ആണ്. 4 പോയിന്റ് DFTs ആണ് എന്താ ചെയ്യുക? 4 ലൈൻസ് എടുക്കുക. 4 ലൈൻസ് വീതമുള്ള 2 സെറ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ നിന്ന് തേർഡ് ലൈനിൽ നിന്ന് ലോട്ട്, സെക്കൻഡിൽ നിന്ന് ഫോർത്തിലോട്ട്, തേർഡിൽ നിന്ന് വീണ്ടും ഫസ്റ്റിലോട്ട്, ഫോർത്തിൽ നിന്ന് സെക്കൻഡിലോട്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ -1, ലാസ്റ്റ് 2 ലൈൻസിൽ -1 ഇടുക. -1 ഇട്ട് സമ്മിങ് നോണിന് ശേഷം W40 W41. W40 1 ആണ്, W41 -J ആണ്. ഓക്കെ ആണല്ലോ. ഇതുപോലെ അടുത്ത 4 ലൈൻസും സെയിം പ്രോസസ്സ്. 1ൽ നിന്ന് 3ലോട്ട്, 2ൽ നിന്ന് 4ലോട്ട്, 3ൽ നിന്ന് 1ലോട്ട്, 4ൽ നിന്ന് 2. ലാസ്റ്റ് 2 ലൈൻസിന് നടുക്ക് മൈനസ് ഇടുക. സമ്മിങ് നോഡിന് ശേഷം W40 അതിൻ്റെ വാല്യൂ 1 ആണ്, W41 അതിൻ്റെ വാല്യൂ -J ആണ്. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം നമുക്ക് കൺവീനിയൻസിനായിട്ട് നടുക്ക് എല്ലാവരും ആരോസ് ഇടാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് വരുന്നത് 5 അല്ലേ, 5. ഇനി ഇവിടെ വരുന്ന 5 വരുന്ന വഴിക്കൊന്നും ഒന്നുമില്ല. സോ 5 + 5 10 ആഡ് ചെയ്യാം. ഇവിടെയോ 5, അഗെയിൻ ഇവിടെ നിന്ന് വരുന്നത് 5. സോ 5 + 5 10. ഇനി ഇവിടുന്ന് ആരാ വരുന്നത്? 5. ഇവിടുന്ന് ആരാ വരുന്നത്? 5 × -1. സോ 5 - 5. സമ്മിങ് നോണിന് ശേഷം W40 വാല്യൂ എന്താണ്? 1. സോ 5 - 5 is 0. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ വരുന്നത്? ഇവിടെ 5. ഈ ലൈനിൽ നിന്ന് എന്താ വരുന്നത്? 5. സോ 5 × -1 ദാറ്റ് ഈസ് 5 - 5. സമ്മിങ് നോണിന് ശേഷം എന്താണ്? W41. സോ × -J. 5 - 5 0. 0 × -J 0. സം ചെയ്തിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ -5 × -1 സോ -5. 5 - 5 × 4 W41. W41 is -J = 0. അടുത്ത നോക്കിക്കുക. അടുത്ത ഇവിടെ എന്താ വരെ? -3. ഈ ലൈനിൽ നിന്ന് -3. ഇനി ഇവിടെ നിന്ന് എന്താ വരെ? -J അല്ലേ. അപ്പം -3യുടെ കൂടെ -J ആഡ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ് അവിടുത്തെ ആൻസർ. -3 -J. ഓക്കെ, അടുത്ത ലൈനിൽ നോക്കിക്കേ. ഇവിടുന്ന് എന്താ വരുന്നത്? -1/√2 + J/√2. -1/√2 + J/√2. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഇവിടുന്ന് വരുന്ന ടേം അല്ലേ. ഇവിടുന്ന് വരുന്ന ടേം എന്താണ്? -2.121 - J 2.121. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഈ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? -2.828 - J 1.414. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പം ഇവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. രണ്ടും കൂടെ ഇവിടുന്ന് വരുന്ന ടേമും ഈ ടേമും കൂടെ ആഡ് ചെയ്തു. -2.82 - J 1.41. അടുത്ത എന്താ വരിക? ഇവിടെ നിന്ന് ആരാ വരുന്നത്? -3 അല്ലേ. ഈ ലൈനിലോട്ട് ഇവിടെ നിന്ന് ആരാ വരുന്നത്? -3. ഇവിടെ നിന്ന് ആരാ വരുന്നത്? -J വരുന്ന പാത്തിൽ -1 ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യാം. -J × -1 + J. അപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്യുക. -3 + J. W40യുടെ വാല്യൂ 1 അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇതാണ് ആൻസർ. -3 + J. നെക്സ്റ്റ് ലൈനിൽ എന്താ വരുന്നത്? ലാസ്റ്റ് ലൈനിൽ ഇവിടെ നിന്ന് -1/√2 + J/√2. ഇവിടെ നിന്ന് വരുന്നതിൻ്റെ കൂടെ × -1 ചെയ്യണം. അതായത് -1/√2 + J/√2. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ദിസ് × -1. ഇതിൻ്റെ കൂടെ × -1 ചെയ്യുമ്പോൾ എന്ത് വരും?
ഇവിടെ ഒരു മൈനസ് ആവും അല്ലേ, മൈനസ് ഈ വാല്യൂ മൈനസ് 2.121 മൈനസ് ജെ 2.12. ഇത് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, W41 ദാറ്റ് ഈസ് മൈനസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു -2. അപ്പം ഫസ്റ്റ് വരുന്ന വാല്യൂ സെക്കൻഡ് വരുന്ന വാല്യൂൻ്റെ വഴിയിൽ -1 ഉണ്ട്. സോ ഇൻറ്റു -1 ചെയ്തു, അപ്പോൾ ഈ മൈനസ് ആയി ഇൻറ്റു -2. അപ്പോൾ നോക്കിക്കേ ഇവിടെ എന്ത് ചെയ്തോ അതിൻ്റെ ഇവിടെ -3 അപ്പം -3 + j ആയി. ഇവിടെ ആഡ് ചെയ്തു, അപ്പോൾ ഇവിടെ എന്താ സബ്ട്രാക്ട് ചെയ്തിട്ട് W41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം -j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും, 2.828 മൈനസ് ജെ 1.414. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, കോംപ്ലക്സ് മോഡിലിട്ടിട്ട്. അപ്പോൾ 2.828 മൈനസ് 828 മൈനസ് ജെ 1.414. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, 2 point DFTs ആണ്. അതെങ്ങനെ കാണാം, 2 ലൈൻസ് വീതം എടുക്കുക അല്ലേ, 8 ലൈൻസ് അവിടെ. ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡിലോട്ട്, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ട്, രണ്ടാമത്തെ ലൈനിൽ -1. അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക, 1ൽ നിന്ന് 2ലോട്ട് 2 ലൈൻസ് വീതം 2 point DFT. സോ -1. -1 ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ കിട്ടുന്നത് ആഡ് ചെയ്യുക, ഇവിടെ കിട്ടുന്നത് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ എന്ത് വരും, 10 + 10 ദാറ്റ് ഈസ് 20. ഇവിടെ എന്ത് വരും, 10 - 10 ദാറ്റ് ഈസ് 10. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് വരും, 0, ഇവിടെ നേരോ 0, 0 + 0 0, ഇവിടെ ആണെങ്കിലോ 0 - 0. ഈ 4 വാല്യൂസും കൂടെ ഇല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, -3 - j പ്ലസ് ഈ സമ്മിങ് നോഡിൽ -3 - j വരും. അടുത്ത വാല്യൂ എന്താ വരുന്നത്, ഇതല്ലേ, -2.828 മൈനസ് ജെ 1.414. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം അല്ലേ ഈ സമ്മിങ് നോഡിൽ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -5.2828 മൈനസ് ജെ 2.414. -5.828 മൈനസ് ജെ 2.414. അടുത്ത ലൈനിൽ എന്ത് വരും, ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ, -3 - j ഇവിടെ നിന്ന് വരുന്നതിൻ്റെ കൂടെ ഇൻറ്റു -1 ചെയ്യണം. സോ -3 - j -2.828 മൈനസ് j 1.414. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, ഇതിൻ്റെ ഡിഫറൻസ്, ഇതിൻ്റെ സം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിഫറൻസ് എത്ര കിട്ടും, -0.172 പ്ലസ് j 0.414. ഓക്കെ ആണല്ലോ. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്ന് വരുന്ന വാല്യൂവിൻ്റെ കൂടെ ഇവിടെ നിന്ന് വരുന്നത് എന്താണ്, -3 + j -3 + j. ഫസ്റ്റ് വരുന്നു, സെക്കൻഡ് വരുന്നത് ഇവിടെ നിന്നുള്ള വാല്യൂ അല്ലേ, ഇവിടെ നിന്നുള്ള ഈ ലൈനിൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്, പ്ലസ് 2.828 മൈനസ് ജെ 1.414. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -3 + j പ്ലസ് 2.82 മൈനസ് ജെ 1.414 ചെയ്യുമ്പോൾ -0.172
-j.414. അടുത്ത ആൻസർ. ഇനി ലാസ്റ്റ് ലൈനിൽ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് വരുന്ന -3 + j, ഇവിടുന്ന് വരുന്നതിന് ഇൻറ്റു -1 ഉണ്ട് അല്ലേ? അപ്പം -2.828 -j1.41. ഇവിടെ ആഡ് ചെയ്തത് ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും ആൻസർ? -5.828 + 2.414 + j 2.414. 8 ആൻസേഴ്സ് ആയല്ലോ. ഇതാണ് ഈ കേസിലെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേ DIF FFT ആയതുകൊണ്ട് ഈ കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂസ് ഇതെന്ന് പറഞ്ഞാൽ ഈ എക്സ് ഓഫ് കേസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും. അതായത് ഇവിടെ x(0) ആയിരിക്കും കിട്ടിയത്, ഇവിടെ x(4) ആയിരിക്കും, ഇവിടെ x(2) ആയിരിക്കും, ഇവിടെ x(6) ആയിരിക്കും കിട്ടിയത്. ഇവിടെയോ x(1), x(5), x(3), x(7). അപ്പം നമുക്കിവിടെ കിട്ടിയേക്കുന്നതെല്ലാം ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോഴത്തേക്കും x(0) ആദ്യം എഴുതുക. അപ്പോൾ x(0) എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20 തന്നെയാണ്. ഫസ്റ്റ് വാല്യൂ തന്നെയാണ് 20. ഇനി അടുത്ത് കിട്ടുന്ന x(1) ആണ് വേണ്ടത്. x(1) എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 5th പൊസിഷനിലായിരിക്കും. 5th പൊസിഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ആ വാല്യൂ എത്രയാണ്? -5.828 - j 2.414. x(0), x(1), x(2) എവിടെയാണ്? x(2) എന്ന് പറഞ്ഞാൽ 0. x(3) എന്ന് പറഞ്ഞാൽ 7th വാല്യൂ ആണ് അല്ലേ? 7th വാല്യൂ എന്താ കിട്ടിയേ? -0.172 - j 0.414. ഇനി x(4) എത്രയാണ്? 10. x(4) ഇവിടെ 10 - 10 എന്നല്ലേ എഴുതിയത്? 10 - 10 0 ആണ്. 10 - 10 ആണ്. അറിയാതെ ഞാനിവിടെ 10 എന്ന് എഴുതി. 10 - 10 is 0. അപ്പോൾ എന്ത് കിട്ടും? അടുത്ത വാല്യൂ x(4) 0. അടുത്ത വാല്യൂ x(5). x(5) എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാല്യൂ ആണ്. -0.172 + j 0.414. നെക്സ്റ്റ് വാല്യൂ x(6). എത്രയാണ്? ഇവിടെ നമുക്ക് 0. x(7) ഇവിടെ കിടക്കുന്ന x(7) ലാസ്റ്റ് പൊസിഷനിലാണ്. സോ ഇറ്റ് ഈസ് -5.828 + j 2.414. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസിന്റെ ഓർഡർ ആയിട്ടുള്ള സീക്വൻസ്. മറ്റേത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറാണ്. അതിൽ നിന്ന് ഓർഡർ ആയിട്ടുള്ള സീക്വൻസ് എടുക്കും. അപ്പം ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ നിന്ന് ഓർഡർ ആയിട്ടുള്ള സീക്വൻസ് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് വീഡിയോസ് നോക്കുക. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് പെയർ ഉണ്ടായിരിക്കും. അതായത് -5.828 - j 2.414 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തായാലും എന്തുണ്ടാവും? -5.828 + j 2.41. ആ ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ കോംപ്ലക്സ് ഇതൊരു കോംപ്ലക്സ് ടേമാണ്. -0.172 - j 0.14. അതിന്റെ കോൺജുഗേറ്റ് ഇതേണ്ട ഇവിടെ -0.172 + അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കോൺജുഗേറ്റ് പെയർസ് ആയിട്ട് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.